അള്ളാഹു നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്തുകളാണ് നമ്മുടെ മക്കൾ. നമ്മുടെ മക്കൾ അമാനത്താൻ. അള്ളാഹു നമ്മളെ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചതാണ് നമ്മുടെ കുടുംബം. ആ അമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കണം. അള്ളാഹുവിന് നമ്മൾ പേടിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വെക്കേഷനിലേക്ക് പ്രവേശിച്ച ഒരു സമയത്താണ് നമ്മൾ ഉള്ളത്. അപ്പൊ മക്കളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കിനാവുകളുണ്ട്. ബാങ്ക് കൊടുത്താൽ ഓന് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം, ഡെയിലി ഖുർആൻ ഓതുന്ന ഒരാളായിരിക്കണം എന്റെ മകൻ, എന്റെ മകൾ. ഫുൾ ടൈം ഫോണിലിരിക്കാത്ത, നമ്മൾ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന, നമ്മളോട് അനുസരണക്കേട് കാണിക്കാത്ത, തട്ടിക്കേറാത്ത ഒരു നല്ല മകനായിരിക്കണം, നല്ല മകളായിരിക്കണം. ഇങ്ങനൊക്കെ മക്കളെ പറ്റിയിട്ട് ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും അവർ നമുക്ക് മുതൽക്കൂട്ടാകണമെന്ന് നമ്മൾ കൊതിക്കാറുണ്ട്. തീർച്ചയായിട്ടും മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉള്ള മുതൽക്കൂട്ടുകൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരാള് ആഖിറത്തിലെത്തിയിട്ട് അയാളുടെ പദവികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കാൻ. അപ്പൊ അയാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ്, അന്നാ ഹാദാ, ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഈ പദവികളൊക്കെ എനിക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? അപ്പൊ അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടി, ഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ അല്ലെങ്കിൽ നിന്റെ മകൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തത് കൊണ്ടാണ് ഈ പദവികൾ, ഈ ശ്രേഷ്ഠതകൾ നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ മക്കള് നന്നാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ നല്ലൊരു പാരന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു ഉപ്പയും നല്ലൊരു ഉമ്മയുമായിരിക്കണം. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. ഉപ്പയെയും ഉമ്മയെയും ഒരു മകൻ, ഒരു മകൾ അവൾ ശരിക്ക് നിരീക്ഷിക്കുന്നുണ്ട്, അവർ ശരിക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അവർക്ക് മാതൃകയാകണം. അവരുടെ പാഠപുസ്തകങ്ങളാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവരുടെ ശരി, എന്താണോ നമ്മുടെ തെറ്റുകൾ അതാണ് അവരുടെ തെറ്റുകൾ. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ജാമ്യയില് അധ്യാപകനായിരുന്ന കാലത്ത് ഞങ്ങളുടെ മുമ്പിലേക്ക് പാരന്റ്സ് മീറ്റിന്റെ സമയത്ത് ഒരു കുട്ടിയുടെ ഉമ്മയും ഉപ്പയും വന്നു. ആ കുട്ടി ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ നല്ല അഭിപ്രായമുള്ള, എല്ലാ അധ്യാപകർക്കും നല്ല അഭിപ്രായമുള്ളൊരു മോനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവന്റെ പഠനത്തെക്കാളും ഞങ്ങൾ ആകർഷിച്ചിട്ടുള്ളത് അവന്റെ ക്യാരക്ടറാണ്, അവന്റെ പെരുമാറ്റവും അവന്റെ സ്വഭാവവുമാണ്. അപ്പൊ അവന്റെ ഉപ്പയും ഉണ്ട് ഉമ്മയും ഉണ്ട്. ഉടനെ അവന്റെ ഉമ്മ പറയുന്നുണ്ട്, അത് അവന്റെ ഉപ്പയുടെ ക്യാരക്ടറാണ്. അത് വലിയൊരു അംഗീകാരമാണ്. നമ്മളെ പറ്റിയിട്ട് നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ പറയുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പൊ ഓരോ കുട്ടിയും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ എന്താണോ ഉപ്പ കാണിച്ചു തരുന്നത്, എന്താണോ ഉമ്മ കാണിച്ചു തരുന്നത്, അതാണ് അവർ പഠിക്കുന്നത്. നമ്മളാണ് അവരുടെ ഹീറോകൾ. മഗ്രിബ് കഴിഞ്ഞാലും അസർ കഴിഞ്ഞാലും ദുഹർ കഴിഞ്ഞാലും മൊബൈലിൽ തോണ്ടിയിരിക്കുന്ന ഒരു ഉമ്മയെയാണ്, ഒരു ഉപ്പയെയാണ് മകൻ കാണുന്നത് എങ്കിൽ ഓനാ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ കീരിയും പാമ്പും പോലെയാണ് വീട്ടിലെങ്കിൽ പിന്നെ ആ കുട്ടിയോട് ഇനി ഉമ്മയെ ബഹുമാനിക്കണം, ഉപ്പയെ ആദരിക്കണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നേരം വെളുത്ത് 7 മണിയായി, 8 മണിയായി, 9 മണിയായി, വാപ്പ ഫജ്ർ നിസ്കരിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. എത്ര ഒച്ച ഇട്ടിട്ട് ഉമ്മ നീ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞാലും അത് ആ കുട്ടിക്ക് വല്ലാതെ ദേഷ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ നന്നാവുക, നമ്മൾ മാതൃക കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ കൂട്ടത്തിൽ, ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ധൈര്യസമേതം പറയാൻ പറ്റും, എന്റെ മകൻ എന്നെ പോലെ ആയാൽ മതി, എന്റെ മകൾ എന്നെ പോലെ ആയാൽ മതി, അവൻ എന്നെ കണ്ടു പഠിക്കട്ടെ, അവൾ എന്നെ കണ്ടു പഠിക്കട്ടെ എന്ന് ധൈര്യസമേതം പറയാൻ ഉറപ്പുള്ള എത്ര ഉമ്മയും ഉപ്പയും ഇവിടെ ഉണ്ട്? പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ വെക്കേഷന്റെ സമയത്ത് കുട്ടികൾ 2 മാസം നമ്മുടെ അടുക്കലാണുള്ളത്. അവരോട് പെരുമാറുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ച് പെരുമാറാനും ഇടപെടാനും നമുക്ക് കഴിയണം എന്നുള്ള. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് വീട്ടിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വയറ്റത്ത് കയറിയിട്ട് ആ വീട്ടിലെ ചെറിയ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വന്ന ആൾക്ക് ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഇയാൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ മേത്ത് കയറിയിട്ട് കുട്ടികൾ കളിക്കുകയാണോ? ഇതെന്താ ഇങ്ങനെ? അയാൾക്കത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല.
അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളോട് തിരിച്ചു ചോദിച്ചു, വകൈഫ അൻത മഅ അഹ്ലിക്, നീ നിന്റെ വീട്ടിൽ എങ്ങനെയാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാനെങ്ങാൻ എന്റെ വീട്ടിലേക്ക് കണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഒരു അക്ഷരം ഉണ്ടൂല, ഒരാളും പിന്നെ ശബ്ദം ഉയർത്തൂല, അത്രക്കും ബഹുമാനവും ആദരവുമാണ് എന്നോട് ഞാൻ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകാം, ഈ ഉദ്യോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം, നിങ്ങളെ വീട്ടുകാരോടും കുടുംബക്കാരോടും മക്കളോടും കാരുണ്യം കാണിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട്, ആ ജനങ്ങളോട് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിയുക എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു. ഓരോ കുട്ടിയോടും ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് പെരുമാറിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പള്ളിയിലേക്ക് കയറി വരുന്നത്. ഒരിങ്ങനെ തപ്പിത്തടഞ്ഞ് വീഴുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, ചെറിയ മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർത്തി മദീന പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖതീബ് മിമ്പർമന്ന് ഇറങ്ങിയിട്ട് ആ രണ്ട് കുട്ടികളെയും ചേർത്ത് പിടിച്ചിട്ട് ആ പള്ളിയിലെ ഒന്നാമത്തെ സഫിലേക്ക് കൊണ്ടുവന്ന് ഇരുത്താൻ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു ഇശാ നിസ്കാരം നടക്കാൻ ഹസൻ റളിയല്ലാഹു അൻഹുമോ അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്തു ഒരുപാട് നേരം സുജൂദിൽ കിടന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ നിന്ന് ഉയരുന്നില്ല. അപ്പൊ ഷദ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തി നോക്കി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി നബിന്റെ മുതുകത്ത് കയറി കളിക്കാൻ. ആ കുട്ടിയുടെ കളി മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇശാ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന മദീന പള്ളിയിലെ ഇമാം, ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ തന്നെ കാത്തു നിന്നു. ആയിഷ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ ചെറിയ പ്രായം. ആയിഷ ബീവിയുടെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരക്ക് 2 ചിറകുകളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ആയിഷ, കുതിരക്ക് ചിറകുണ്ടാവോ? അപ്പൊ ആയിഷ ബീവി പറയുന്നുണ്ട്, സുലൈമാൻ നബിന്റെ കുതിരക്ക് ചിറകുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോണ കാട്ടി ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മോണ കാട്ടി ചിരിച്ച സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ആ പ്രായത്തിനനുസരിച്ച് പെരുമാറാൻ നമുക്ക് പറ്റണം. ഓരോ പ്രായത്തിനും കൊടുക്കേണ്ടത് കൊടുക്കുക. ഓരോ കൂട്ടുകാരായിട്ട് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കണം. അവരെ ശകാരിക്കേണ്ട സമയത്ത് ആ സന്ദർഭം നോക്കി, സാഹചര്യം നോക്കി ഇടപെടാൻ നമുക്ക് പറ്റണം. 7 വയസ്സിന് മുമ്പ് തന്നെ ചില ആൾക്കാര് നിസ്കരിക്കാത്തതിന്റെ പേരിൽ കുട്ടികളെ പിടിച്ച് തല്ലും. നമുക്ക് രാജാവിനേക്കാൾ വലിയ രാജഭക്തി വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കാനാ പറഞ്ഞത്. മുറു അബ്നാഅക്കും വഹും അബ്നാഉ സബ്ഇ, 7 വയസ്സായ നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം. 10 വയസ്സായാൽ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10, 10 വയസ്സായാൽ നിങ്ങൾ തല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പൊ 10 വയസ്സിന് മുമ്പ് തല്ലണ്ട. 8 വയസ്സായ കുട്ടികൾ 9 വയസ്സായ കുട്ടികൾ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാതിന്റെ പേരിൽ ഓനെ തല്ലേണ്ട ആവശ്യമില്ല. 10 വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ല എങ്കിലാണ് തല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പ്രായത്തിനനുസരിച്ച് കുട്ടികളോട് കളിക്കേണ്ട സമയത്ത് കളിക്കാനും, അവരോട് ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കാനും, ചേർത്ത് പിടിക്കേണ്ട നേരത്ത് ചേർത്ത് പിടിക്കാനും നമുക്ക് പറ്റണം. അങ്ങനത്തെ നല്ലൊരു ഉമ്മയും ഉപ്പയും ആകാൻ അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് നന്മകൾ ശീലിപ്പിച്ചു കൊടുക്കുക. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപ്പ ഉഹദിന്റെ സമയത്ത് 13 വയസ്സാണ് അന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പ്രായം. 13 വയസ്സുകാരനായ അബൂ സഈദിനെയും കൂട്ടിയിട്ട് ഉഹദിലേക്ക് വരുന്നുണ്ട്, മുസ്ലിം സൈന്യത്തിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, ഒരു സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് ആ സൈന്യത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായിട്ടൊന്ന് പരിശോധിക്കും. എല്ലാവരും യുദ്ധത്തിന് ഫിറ്റ് ആണോ, എല്ലാവരും ഓക്കെ ആണോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുന്നതാണ്. ഈ 13കാരനെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയക്കാൻ, യുദ്ധത്തിനുള്ള സമയമായിട്ടില്ല, പങ്കെടുക്കാനുള്ള പ്രായമായിട്ടില്ല, മടങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മടക്കി അയക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആ ചരിത്ര സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ്, 13 വയസ്സുകാരനായ മകനെയും കൂട്ടിയിട്ടാണ് വാപ്പ യുദ്ധത്തിലേക്ക് പോന്നിട്ടുള്ളത്.
ഞാൻ പങ്കെടുക്കുന്ന നന്മയിൽ ഞാൻ പങ്കാളിയാകുന്ന ആ സുഹൃതത്തിൽ എന്റെ മകനും കൂടെ ഉണ്ടാകണം എന്ന വാശിയാണ് ആ ഉപ്പയിൽ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ. റുബൈ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങളെ ആശൂറ നോമ്പ് എടുപ്പിച്ചിരുന്നു. ഞങ്ങളെ മക്കളെ, ചെറിയ കുട്ടികളെ ഞങ്ങൾ ആശൂറ നോമ്പ് എടുപ്പിച്ചിരുന്നു. എന്നിട്ട് ആ കുട്ടികൾ കരയും. വിശന്നിട്ട് ആ കുട്ടികൾ കരയുന്ന സമയത്ത് ഞങ്ങൾ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട്, രോമം കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ കൊടുത്തിട്ട് അവരുടെ ശ്രദ്ധ തിരിച്ചിരുന്നു എന്നാണ്. അപ്പൊ ആ ചെറുപ്പത്തിലെ ആ നോമ്പ് എന്നുള്ള ശീലം ആ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരുന്നു. ചെറിയ കുട്ടിയാണ്. അപ്പൊ ചെറിയ കുട്ടികൾ തിന്നാനിരുന്നാല് ഓരോ കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓരോ കൈ നീണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ചു. യാ ഗുലാം കുൽ സമ്മില്ല, നീ ബിസ്മില്ല എന്ന് പറ. വകുൽ ബിയമീനിക്, നീ നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്. വകുൽ മിമ്മാ യലീക്, നിന്റെ ഭാഗത്ത് നിന്ന് നീ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ഉപദേശങ്ങൾ ഞാൻ മറന്നിട്ടില്ല എന്നാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ. ആ ചെറുപ്പത്തിലെ ആ നന്മകൾ ശീലിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ മക്കൾക്ക് സമയം കൊടുക്കുക. കുട്ടികളുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം വേണം. നമുക്ക് ബാക്കി എല്ലാത്തിനും നേരമുണ്ട്. അതേപോലെ നമ്മുടെ കുടുംബത്തിന്റെ കൂടെയും മക്കളുടെ കൂടെയും ചെലവഴിക്കാനും നമുക്ക് സമയം വേണം. പ്രത്യേകിച്ച് വെക്കേഷനിലാണ് നമ്മൾ ഉള്ളത്. ഈ വെക്കേഷനിൽ കുടുംബത്തോടൊന്നിച്ച് ഒരു യാത്രയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പ്ലാൻ ചെയ്യണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല രാഷ്ട്രം ഭരിക്കുന്ന കാലം, അദ്ദേഹം അമവി ഭരണാധികാരിയായിരുന്നു. എല്ലാ ആഴ്ചയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല വെള്ളിയാഴ്ച മക്കളുടെ കൂടെ ഇരിക്കുന്നാൻ. ഓരോ കൂടെയുള്ള സമയം കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രജകളിലേക്ക് ഇറങ്ങിയിരുന്നുള്ളൂ. ഒരു ഭരണാധികാരിക്ക്, രാഷ്ട്രം ഭരിക്കുന്ന രാജാവിന് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടാകും. പക്ഷെ ആ സമയത്തും അവർ കുടുംബത്തെ ശ്രദ്ധിച്ചു. നമ്മൾ രാവും പകലും ഇല്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഓടുന്നത്. പക്ഷെ അവസാനം നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കാലം വരും. അത് നമ്മൾ പേടിക്കുക. ഒരു കഥ പറയലുണ്ട്. ഒരു ടീച്ചർ ഒരു 2ാം ക്ലാസ്സുകാരന്റെ ചിത്രരചന കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അവന്റെ വീടാണ് വരച്ചിട്ടുള്ളത്. അടുത്ത ദിവസം അവന്റെ പാരന്റ്സിനോട് സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു. ഉപ്പയോടും ഉമ്മയോടും സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു. ടീച്ചർ ആ 2ാം ക്ലാസ്സുകാരൻ വരച്ച ചിത്രം ആ ഉപ്പാക്കും ഉമ്മാക്കും കാണിച്ചു കൊടുത്തു. അപ്പൊ ഒരു പറഞ്ഞു, ഓന് നന്നായിട്ട് വരക്കും, പിന്നെ ഞങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാണ്, ഞങ്ങൾക്ക് ഓന്റെ കാര്യം വല്ലാതെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അപ്പോ നിങ്ങള് ഈ ചിത്രം കാണിക്കാനാണ് ഞങ്ങൾ വിളിച്ചത് എങ്കിൽ അതിൽ ഞങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഈ ചിത്രത്തിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അവൻ വരച്ചത് അവന്റെ വീടാണ്, അവന്റെ ലോകമാണ്. അതിൽ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയുണ്ട്, നിങ്ങളുടെ വീട്ടിൽ തോട്ടം നനക്കുന്ന പണിക്കാരനുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്. പക്ഷേ അവൻ വരച്ച വീട്ടിൽ, അവൻ വരച്ച ചിത്രത്തിൽ നിങ്ങൾ രണ്ടുപേരുമില്ല. നമ്മളുടെ മക്കൾ വരക്കുന്ന ചിത്രത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ രാവും പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് വേണ്ടി സമയം കൊടുക്കാൻ, അവർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ, ഒരു ഫ്രീ മൈൻഡോട് കൂടി അവൻ പറയുന്ന കഥകൾ കേൾക്കാൻ, അവർ പറയുന്ന കൊച്ചു വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് നേരമില്ല എങ്കിൽ കുറച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മക്കൾ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് ഈ വെക്കേഷൻ അതൊരു മാറ്റത്തിന്റെ വെക്കേഷൻ ആയിരിക്കണം. ഇപ്പൊ ഇനി 2 മാസത്തിന്റെ കുട്ടിനെ ഞാൻ സഹിക്കണല്ലോ, എങ്ങനെ പോനെ ഞാൻ നോക്കുക, എങ്ങനെ പോനെ ഞാൻ കൺട്രോൾ ചെയ്യാന്നുള്ളതിനപ്പുറം അള്ളാഹു നമുക്ക് തന്ന മക്കളെന്ന ഔദാര്യം, സമ്മാനം, അതിന് ശുക്ർ കാണിക്കാൻ, നന്ദിയുള്ളവരാകാൻ നമുക്ക് പറ്റണം. അള്ളാഹു മക്കൾക്ക് മാതൃക കാണിക്കുന്ന ആ മക്കളെ നല്ല നിലയിൽ വളർത്തുന്ന ഉപ്പമാരുടെയും ഉമ്മമാരുടെയും കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാരിയ്ക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്ബിറൂനി ബിശജറത്തിൻ, നിങ്ങളൊരു മരത്തെ പറ്റിയിട്ട് എനിക്ക് പറഞ്ഞു തരിക. ആ മരത്തിന്റെ ഉപമ അതൊരു മുസ്ലിമായ മനുഷ്യന്റെ ഉപമയാണ്. എന്നിട്ട് നബി പറയാണ്, ലാ യതഹാതു വറഖുഹ, അതിന്റെ ഇല പൊഴിയുകയില്ല. വല വല വല, ഇങ്ങനെ ഓരോ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബിമാർക്ക് ക്ലൂ കൊടുക്കാൻ ഏതാണ് ആ മരം. അപ്പൊ സഹാബിമാരൊക്കെ പല മരങ്ങളുടെയും പേര് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഇരിക്കുന്ന സദസ്സാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഈത്തപ്പന മരമാണ് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മുതിർന്ന ആൾക്കാർ ഇരിക്കുകയാണ്, തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ ആ ചോദ്യത്തിന് ഒന്നും മിണ്ടില്ല. മുതിർന്നവരോടുള്ള ബഹുമാനം കാരണം ഒരൊക്കെ തെറ്റായ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മനസ്സിൽ ആ ഉത്തരം തെളിഞ്ഞിട്ടുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ശരി ഉത്തരം പറഞ്ഞു കൊടുത്തു, അത് ഈത്തപ്പന മരമാണ്. ആ സദസ്സ് പിരിഞ്ഞ് മടങ്ങുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് കാന വഖഅ ഫീ നഫ്സി അന്നഹാ നഖ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടയാളങ്ങൾ പറഞ്ഞു തന്ന ആ മരം അത് ഈത്തപ്പന മരമാണ് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പിന്നെ എന്താ നീ അത് പറയാതിരുന്നത്? മാ മനഅക അൻ തകല്ലം, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം പറയാതിരിക്കാനുള്ള കാരണം എന്താ? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, മുതിർന്ന ആൾക്കാരൊക്കെ ഇരിക്കുന്ന സദസ്സല്ലേ, അബൂബക്കർ നിങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സില് ഈ ചെറിയ കുട്ടിയായി ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയുക? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ എങ്ങാനും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ, ആ സദസ്സിൽ വെച്ചിട്ട് ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം അതായിരുന്നു അബ്ദുല്ലാഹ്. അതൊരു വാപ്പാന്റെ ഭാഗത്തുനിന്ന് ഒരു മകൻക്ക് കിട്ടുന്ന വല്ലാത്തൊരു പ്രോത്സാഹനമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനോട് പറയുന്ന വർത്തമാനം അത് സ്വാഭാവികമായിട്ട് ഒരു ഉപ്പയുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആവേശമാണ്. നമ്മുടെ മക്കൾ ഒരു സദസ്സിൽ വെച്ചിട്ട് ഉത്തരം പറയുക, അവൻ മികച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വാപ്പാക്കും ഉമ്മാക്കും അഭിമാനമാണ്. അപ്പൊ ആ ഒരു അഭിമാനമാണ് ഉമർ റളിയല്ലാഹു അൻഹു ശരിക്ക് മകനോട് പ്രകടിപ്പിക്കുന്നത്. ആ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ നമ്മൾ ഒട്ടും മടിക്കരുത്. മക്കളുടെ കാര്യത്തിൽ അവർ ചെറിയൊരു നന്മ ചെയ്താൽ തന്നെ അതിന് വലിയ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ കുട്ടി ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് അധ്യാപകന്റെ മുമ്പിൽ വന്നു. അപ്പൊ ആ പേപ്പർ ഇങ്ങനെ വായിച്ചിട്ട് അധ്യാപകൻ പറഞ്ഞു എന്നാണ്, ഇത് മുഹദ്ദിസീങ്ങളുടെ കയ്യെഴുത്ത് പോലെ ഉണ്ടല്ലോ, നീ എഴുതിയിട്ടുള്ള ഈ അക്ഷരങ്ങൾ, നിന്റെ ഈ കയ്യെഴുത്ത് അത് മുഹദ്ദിസീങ്ങൾ എഴുതിയ പോലെ ഉണ്ടല്ലോ എന്നാണ്. ആ അധ്യാപകൻ ആ വാക്ക് ആ കുട്ടിയെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അവൻ ആ വാക്കുകൾ കേട്ടത് അവന്റെ കാതുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, അവന്റെ മനസ്സുകൊണ്ടുകൂടിയായിരുന്നു. ആ കുട്ടിയാണ് പിന്നീട് ലോകമറിയപ്പെട്ട മുഹദ്ദിസും ചരിത്ര പണ്ഡിതനുമായ ഇമാം ശംസുദ്ദീൻ അസ്സഹബി റഹിമഹുല്ലാഹു തആലയായിട്ട് മാറുന്നത്. അപ്പൊ വാക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. ഒരാളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അയാളൊരു നല്ല വാക്ക് പറയാ, പ്രത്യേകിച്ച് കുട്ടികളോട്. നമ്മളെ കുട്ടികൾ നമ്മളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കണം, പ്രോത്സാഹനം കേൾക്കണം. അങ്ങനെ നല്ല വാക്കുകൾ കൊടുത്ത് നന്മകളിൽ പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് പറ്റണം. അടുത്തൊരു വിഷയം നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്ക് ഹലാലായ മുതൽ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, ഹറാം അവൻ തിന്നുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ ഉപ്പ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ്, മരണത്തിന്റെ വിരിപ്പിലാണ്. അപ്പൊ ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആലയുടെ ഉപ്പ ആ സമയത്ത് പറയുന്നുണ്ട്, മാ അഅലമു ഫീ മാലി ദിർഹമൻ മിൻ ഹറാമിൻ ഔ ശുബ്ഹത്തിൻ, ഞാൻ സമ്പാദിച്ചിട്ടുള്ള, അദ്ദേഹത്തിന് ഉപ്പ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു, ഞാൻ സമ്പാദിച്ചിട്ടുള്ള സമ്പത്തിൽ ഹറാമായ ഒരു ദിർഹം ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള ഒരു ദിർഹമും അതിലില്ല എന്നാണ്. അത് വല്ലാത്തൊരു വർത്താനാണ്. ഹറാമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള ഒരു ദിർഹം പോലും ഇല്ലാന്നും എനിക്ക് ഉറപ്പാണെന്നാണ്. അതിന്റെ ഒരു ബർക്കത്ത് തീർച്ചയായിട്ടും മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല ആരായിട്ടാണ് മാറിയത്? സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് ഓതി.
സൂറത്തുൽ കഹ്ഫില് ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും മൂസാ നബിയുടെയും കഥ പറയുന്നിടത്ത് രണ്ട് യതീമുകളായ മക്കളുടെ മതിൽ നന്നാക്കി കൊടുക്കുന്ന ഒരു സംഭവം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ആ മതിലിന്റെ ചുവട്ടിൽ ആ യതീമുകളായ മക്കൾക്കുള്ള നിധിയുണ്ട്. നമ്മളെല്ലാവരും പഠിച്ച കഥയാണ്. ഇനി ആരെങ്കിലും ആ കഥ വായിച്ചിട്ടില്ല എങ്കിൽ ആ കഥ നമ്മൾ വായിക്കണം. സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും നമ്മൾ ഓതുന്ന സൂറത്താണ്. അത് വെറുതെ ഇങ്ങനെ അറബിയിലുള്ള ഒരു ഒച്ചയായിട്ട് കേട്ടുപോയാൽ പോരാ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് തരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും കഥ പറയുന്ന ആ ഭാഗത്ത് ഇഷ്ടം പോലെ പാഠങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അവിടെ ആ യതീമുകളായ കുട്ടികൾക്കുള്ള നിധി മതില് കെട്ടി സംരക്ഷിക്കണം എന്ന് ഖിളിർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹു ഉത്ബോധനം കൊടുത്തു. ആ ഭാഗം പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വകാന അബൂഹുമാ സാലിഹ. ആ രണ്ട് മക്കളുടെയും ഉപ്പ അദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ആ സാലിഹായ മനുഷ്യനുള്ള ഒരു പ്രതിഫലം കൂടിയായിട്ടാണ് ആ മക്കൾക്കുള്ള നേട്ടം കിട്ടുന്നത്. അപ്പൊ നമ്മൾ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ നമ്മുടെ കാലശേഷവും ആ മക്കൾക്ക് അതിന്റെ ഒരു മെച്ചവും നേട്ടവും ഉണ്ടാകുമെന്ന പാഠം ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. വലിയ വലിയ ഷെയ്ഖുമാരുടെയും ഇമാംമാരുടെ ഒക്കെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരിയാണ്, അവർ വളർന്നത് ഇൽമ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. ഒരുപാട് ഷെയ്ഖുമാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഒരു കുട്ടി വളരുന്ന സാഹചര്യം തീർച്ചയായിട്ടും അവനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നന്മ നിറഞ്ഞൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ വളരാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ആലോചിക്കുക. അവനെ അള്ളാഹു നമുക്ക് തരുമ്പോൾ, അവളെ അള്ളാഹു നമുക്ക് തരുമ്പോൾ അവൻക്കൊരു ഗെയിം അഡിക്ഷനുള്ള ഒരു പ്രശ്നമില്ലായിരുന്നു, അവനൊരു MDMA അടിമയായിരുന്നില്ല, ലഹരിയുടെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് ഇങ്ങനൊക്കെ ആയി മാറിയതിന്റെ കാരണമാരാൻ നമ്മളാണ്. അവൻ വളർന്ന സാഹചര്യമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അവന്റെ ഉപ്പയും ഉമ്മയും അവൻ വളരുന്ന ചുറ്റുപാടും സാഹചര്യം ഒക്കെയാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ നന്നാക്കി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും അവസാനമായിട്ട് ഉമ്മമാരോട് ഉപ്പമാരോട് പറയാനുള്ള കാര്യം, ആത്മാർത്ഥമായിക്കൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുന്ന അക്രമമാണ്. നമുക്ക് അള്ളാഹു ഉപ്പ ഉമ്മ എന്നൊരു പദവി തന്നു. ആ ഉപ്പാക്കും ഉമ്മാക്കുള്ള ഏറ്റവും നല്ല ആയുധം മൂർച്ചയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ടില്ല എങ്കിൽ, വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുന്ന അക്രമമാണ്. ഹൃദയത്തിൽ തട്ടിയിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക.